ഹൈക്കോടതി അന്വേഷണത്തിൽ തൃപ്തരാണെന്ന് പറഞ്ഞതായും സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കി. TCIR അനുബന്ധ രേഖകൾ പരിശോധിക്കും. നല്ല ട്രാഫിക് ഇല്ലേ, ഒരു കാര്യത്തിന് അങ്ങോട്ട് പോയാൽ കാര്യം നടക്കില്ല. പോണ്ടേ എപ്പോഴും വേറെ സാധനം പോവാതിരിക്കാൻ സാധനങ്ങൾ വാങ്ങിക്കും. കാരണം അങ്ങോട്ട് പോയാൽ ഭയങ്കര തിരക്ക്, സമയനഷ്ടമാണ്. ഇങ്ങനെ ട്രാവൽ വീഡിയോ കാണുന്ന ഇഷ്ടമാണോ? ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോകുന്നതാണോ അതോ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ പോകുന്നത് സ്ഥലങ്ങള് അതോ ഇങ്ങനെ പോകുന്നത് വെറുതെ ഇങ്ങനെ പോകുന്നത് നമ്മളെ മനസ്സിലത് യാത്ര ചെയ്യുന്നത് ആണോ? പക്ഷെ എനിക്കും കൊറേയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ സംസാരം കൂടെ കേൾക്കുമ്പോ എവിടെ എന്തോന്ന് അറിയാൻ പറ്റും. അങ്ങനെ ആകുമ്പോഴാ കുറച്ചുകൂടി ഇഷ്ടം വരുന്നത്. കൊറോണ സമയത്താരും ശരിക്കും കൊറോണ സമയത്താരും ശരിക്കും ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ലോങ് പോകുന്ന എല്ലാവരും കാറുകളിലും. ഇതെന്തോ സുൽത്താൻ റൗണ്ട് അബൌട്ടോ? ദിവാൻ റൗണ്ട് അബൌട്ട്. അങ്ങനെ എല്ലാരും പറയുന്നത് ദിവാൻ റൗണ്ട് അബൌട്ട്. ദിവാന്റെ ഓഫീസാണ്. ഇങ്ങോട്ടോ? ഇത് പാലസാ ഇങ്ങോട്ടല്ലേ? എല്ലാം റിലേറ്റഡ്, ദിവാനെ റിലേറ്റഡ്, ദിവാനെ പാലസ് റിലേറ്റ് ചെയ്ത് വണ്ടി എന്തുണ്ട് സിമെന്റ് കൊണ്ടുപോന്നെ? പിന്നെ വേറെ എന്തോ കെമിക്കലോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. നമ്മളെ ബുദ്ധിയത്തുകാരുടെ വീഡിയോ ഒക്കെ കാണത്തില്ലേ, കൈ നന്നായിട്ട് കഴിക്കും കേട്ടോ. സമ്മതിക്കണം, കൈ കഴിച്ച് കൈ തഴമ്പായി കാണും. കാരണം നല്ല നല്ല കാര്യങ്ങൾ എവിടെ എപ്പോഴാന്ന് പെട്ടെന്ന് കാണാന് അത് ഇത്തിരി മുമ്പിട്ട് അവരെ അറിയണമല്ലോ അല്ലേ? അവിടെ മരത്തിന്റെയൊക്കെ ചൂട്ടിൽ ആൾക്കാർ വന്ന് ആഹാരം കഴിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു. കാലാവസ്ഥ മാറിയപ്പോഴത്തേക്കേ ഇങ്ങനെ എല്ലാരും കുടുംബമായിട്ട് ഇങ്ങനെ വന്ന് തണലൊക്കെ പറ്റിയിരിക്കും. ബദറസമ ഹോസ്പിറ്റൽ അങ്ങ് താഴെ. ഏത് സീബു പാർക്കല്ലേ ഏട്ടാ? അത് വലിയ പാർക്കാ. ഒരു ബസ് വരുന്നു. അങ്ങ് പോയി മോനെ ബസ്. ഇനിയിപ്പൊ റോഡ് സൈഡിലൊക്കെ പൂക്കള് അല്ലയോ? വെച്ചില്ലെന്ന് തോന്നി ഇപ്രാവശ്യം വലുതായിട്ട്. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. പക്ഷെ അവിടെയൊക്കെ നല്ല റെന്റ് ആയിരിക്കും അല്ലയോ താമസിക്കാൻ? കാരണം അത്ര നല്ല തിരക്കുള്ള സ്ഥലത്തൊക്കെ ആവുമ്പോഴേ അല്ലേ? എവിടെ? ഒന്നും കണ്ടില്ല, വെറുതെ അങ്ങ് പറയുവാ. അതുകൊണ്ട് അവൻ പറഞ്ഞു ശരിയായിട്ടതോ BMW പോയി. അവിടൊക്കെ പൂക്കള് കിളിച്ചു തുടങ്ങി. ബൈക്ക് ഇനി അതിന്റെ പുറകെ ആരെങ്കിലും കാണുമല്ലേ? ഒരാള് മാത്രമായിരിക്കത്തില്ല. ഇവിടെ വെച്ചാ ഞാൻ ഇങ്ങനെയുള്ള ബൈക്കുകൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഇപ്പം കാണുമായിരിക്കും അല്ലേ? എന്നാലും നമ്മള് യാത്രയൊക്കെ ചെയ്തിട്ടുള്ളേ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഭയങ്കര ഒരു വീട്, ഭയങ്കര മതിലും അല്ലേ? ഭയങ്കര മതിൽക്കെട്ടുകളൊക്കെ ഇവിടെ.
ഹോളിഡേ ഇൻ ഹോട്ടലല്ലേ അത്? ഷിപ്പിന്റെ മോഡലല്ലേ? ആ അല്ല, ബാക്ക് സൈഡ് അങ്ങനെ ഇല്ല കേട്ടാ. ചെറിയൊരു ശരിക്കും ഷിപ്പിന്റെ മോഡലല്ലോ, കപ്പലിന്റെ മോഡലിൽ കോബ്ര വേണം ഹോട്ടൽ. ആണോ? പക്ഷെ അത് ഫ്രണ്ട് സൈഡ് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിലോട്ട് അങ്ങനെ ഇല്ല ഷേപ്പ്. ഒമാൻ സിറ്റി സെന്റർ ഹൈപ്പർ മാക്സ് എന്നാ ഇപ്പൊ അല്ലേ? പഴയ കാരിപ്പൂറിന്റെ പേര് മാറി. കാരിപ്പൂർ അവര് മതിയാക്കി. ശരിക്കും കാരിപ്പൂർ ആയിരുന്നു ഓപ്പറേറ്റ് ചെയ്തോണ്ടിരുന്നത്. സുൽത്താൻ തന്നെ ആയിരുന്നു ഓപ്പറേറ്റ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അവര് ബ്രാൻഡാക്കി. അപ്പം പേര് മാറ്റിയോ? ഹൈപ്പർ മാക്സ് എന്നൊക്കെ അല്ലേ? പാലസ്തീൻ പ്രശ്നത്തിനെ ചൊല്ലി ട്രൂസൈൽ പാർക്ക് കേട്ടാ. ട്രൂസൈൽ പാർക്കിൽ വന്നിട്ട് കൊറേ നാളായി. റുസൈൽ ടാക്സി സ്റ്റാൻഡ്, റുസൈൽ പാർക്ക്, ബസ് സ്റ്റാൻഡ് ഇവിടെ തന്നെ അല്ലയോ? അല്ലേ? എല്ലാം അടുത്തടുത്തൊക്കെ തന്നെ. ബാക്കിയാന്ന് തോന്നല്ലേ? എവിടെ എത്തിയേട്ടാ? ഇതെവിടെ ഏട്ടാ? ഗാല ഗാല പള്ളി അല്ലേ? അത് സുൽത്താൻ കാബൂസ് മോസ്ക്. സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക്. എല്ലാവർക്കും കേറാം. ഏത് മതവിഭാഗക്കാർക്കും ഇതിനകത്ത് കയറി വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കി ദിവസങ്ങളിൽ ഇവിടെ കയറി പ്രാർത്ഥിക്കാനും കാണാനും. 11 മണി വരെ അല്ലേ? ഇപ്പോഴത്തെ ടൈമൊന്നും കറക്റ്റ് അറിയത്തില്ല. പണ്ടൊരിക്കൽ നമ്മൾ കയറിയിട്ടുണ്ട് ഇവിടെ. ഇപ്പൊ പൈസയാക്കിയോ? അതെയോ? കയറാനും കാണാനും ഇതിനകത്ത് നല്ല കാഴ്ചകളൊക്കെയാണ്. കാഴ്ച വേറൊന്നും അല്ല, അതിനകത്ത് വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ അല്ലേ? അതിനകത്തെ കാർപ്പറ്റോ? ലോകത്തിലെ 2ാമത്തെ വലിയ കാർപ്പറ്റ് അല്ലേ? ഹാൻഡ് മെയ്ഡ്. ഒന്ന് അബുദാബിയില് അല്ലേ? അബുദാബി ഗ്രാൻഡ് മോസ്കിലാണ് ഫസ്റ്റ്. അത് നമ്മൾ ഉണ്ടായിരുന്നു ഒരിക്കൽ പോയപ്പോ, ഒരു പച്ച കളർ പോലെയൊക്കെ വരുന്ന അല്ലേ? ഇവിടെ 2ാമത്തത് ലോകത്തില്. ഇനി മാറ്റം ഉണ്ടോ എന്തോ, കുറച്ചാൾ മുമ്പിട്ട് ഉള്ള വിവരമാണ്. ഇനി വല്ല മാറ്റം വന്നോന്ന് അറിയത്തില്ല. ആ മോസ്ക് ഏതാ? ഗാല കഴിഞ്ഞു നമ്മള്. കോബ്ര ബോഷറായി അല്ലേ? ബോഷർ ലുലു അല്ലേ ഇല്ല കാണുന്ന? ഇവിടുത്തെ ഒരുമാതിരി ഏറ്റവും വലിയ ലുലു ഇതല്ലേ ചേട്ടാ? ഏറ്റവും വലിയ ഒമാനിലെ ഏറ്റവും നല്ല ഷോപ്പ്. അതിനകത്ത് മറ്റു പല ഷോപ്പുകളും ഉണ്ട്. ആണോ? ആണ് നോക്കി. കാക്കയാണോ അത്? പോയി. ചിലപ്പോ ഈ കാലാവസ്ഥ മാറിയപ്പം വല്ല ദേശാടന പക്ഷികൾ വരുന്നതായിരിക്കും. ഇവിടെ അങ്ങനെ വരാറുണ്ടോ? നമുക്കറിയത്തില്ല. അവിടെ ചെന്നിട്ട് നല്ല ശൈത്യക്കാറ്റും. ആണോ? ഒമാൻ
ജപ്പാനിലെ ഏറ്റവും വലിയ ഫ്ലാഗ് അല്ലെ, ഉയരം കൂടുതലും സൈസ്. നല്ല ഹൈറ്റ് ഉണ്ട്. ഇങ്ങനെ നമ്മള് മൊബൈലിലോ അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നോണ്ട് കാണുന്ന കണക്കല്ല, അടുത്ത് നല്ല ഹൈറ്റ് ഉണ്ട്. ഭയങ്കര ഹൈറ്റ് തന്നെ. ഒരേപോലെ കെട്ടിടങ്ങള്. അതല്ല, അതിന്റെ പുറകെ കണ്ട ഒരേപോലെ വന്ന് താമസിക്കുന്ന അപ്പുറത്ത് കണ്ട ബിൽഡിങ്ങുകള് ഫ്ലാറ്റുകളാണോ? ഈ ഒപ്പര ഹൗസ് കണ്ട് മലയാളി ഞാൻ കണ്ട ചെയ്തേലേ. അല്ല, ഇതിനകത്ത് എല്ലാവർക്കും കയറി കാണാം അല്ലേ? എന്നാ എനിക്കൊന്നും ജോർജ് കുളങ്ങരയുടെ വീഡിയോയിലെങ്ങാണ്ട് ഇത് കാണിക്കുന്നത് തോന്നുന്നു. എന്നാ അതാ അത് ചെയ്ത ഒരു ആളെന്നെ അടിക്കും അത് കമന്റ് ഇട്ട്. മലയാളിയാണ്, ചെയ്യാൻ പറ്റിയെന്നും പറഞ്ഞോണ്ട്. സ്ലോയില് പോ. ഫെസ്റ്റിവല് കാണാൻ പോകുന്നവര് നേരത്തെ ഇറങ്ങിയ അല്ലേ? ഇപ്പം 4:30 ഇപ്പോഴേ തിരക്കായിരിക്കും, കാരണം വെള്ളി ശനിയൊക്കെ ഭയങ്കര തിരക്കാണ്. ഇതിപ്പോ എങ്ങോട്ടാ ഇത്? അൽക്കോറം. കോറത്ത് പോവാ. മാറാലാൻഡ്. ഹലോ, നിങ്ങൾക്കാണ് കാര്യം അറിയാമോ? നീ ഇങ്ങനെ പജറ വാങ്ങിപ്പോ